ഇത് യമഹയുടെ വയർലെസ് സബ്വൂഫർ മോഡൽ നമ്പർ NSW-SW42 എന്ന് പറയുന്ന സാധനമാണ്. യമഹ കോർപ്പറേഷൻ, മെയ്ഡ് ഇൻ ചൈന. എല്ലാ കോർപ്പറേഷനും ഇപ്പം മെയ്ഡ് ഇൻ ചൈനയിലാണ്. ഇത് ജപ്പാൻ കമ്പനിയാണ്, യമഹ അറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട്. പെയറിങ്, സ്റ്റാൻഡ് ബൈ, ഗിയറിങ് ഇതെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഓണാകുന്നില്ല, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. നമുക്കിതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പവർ സപ്ലൈക്ക് മാത്രമേ ഉള്ളൂ. ബോർഡിന് കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു വോൾട്ടേജ് കൊടുത്ത് നോക്കുന്നത് വലിയ തെറ്റില്ല. അതിനുള്ളൊരു പരിപാടിയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇതാണ് അതിൻ്റെ പവർ സപ്ലൈ, ഇതാണ് അതിൻ്റെ ബോർഡ്. വേറെ സ്കൂട്ടർ എടുത്ത് പല്ല് കയറുതാന്ന് തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ ഏതാണ്ടെല്ലാം പല്ല് ഇരിപ്പുണ്ട്. ഓ, ഇടി വെട്ടി കത്തിയതാണ്. ഇടി വെട്ടി കത്തിയതാണ്. ഇതുകൊണ്ട് ഇവിടുത്തെ ഡിസ്കൊക്കെ ഇതുണ്ടോ കത്തി ഇരിപ്പുണ്ട്. ഡിസ്കൊക്കെ കത്തി ഇരിപ്പുണ്ട്. ഇനി മീറ്റർ എടുത്ത് മൾട്ടിമീറ്റർ ഇവിടെ ഒരു പവർ സപ്ലൈ ഫ്യൂസ്, അതിനു മുമ്പ് ഇത് ബോർഡ് ഓൺ ആവുമെന്ന് ആദ്യം നോക്കാം. നമ്മുടെ ആ സാധനം എടുക്കും, ആ നീല ഈ ലൈറ്റ് കത്തുമെന്നോ നോക്കട്ടെ. അപ്പോൾ പുറകിലൊരു ലൈറ്റുണ്ട്. കത്തിയോ? ഒരു ലൈറ്റും കത്തുന്നില്ല. മിന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, ആ ബോർഡിന് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ പവർ സപ്ലൈ മാറിയാൽ മതി. പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. പവർ സപ്ലൈയിൽ ഫ്യൂസ് പോയിട്ടില്ല. എല്ലാവരും ആദ്യം വിചാരിക്കുന്നത് ഫ്യൂസിൻ്റെ കാര്യം. ഫ്യൂസ് പോയിട്ടില്ല. ഇനിയിപ്പം നമ്മുടെ ബൾബിഞ്ഞെടുത്തേ കപ്പാസിറ്റർ ചാർജ് വരുന്നുണ്ടോ ആദ്യം നോക്കാം. AC എല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മെയിൻ ഫിൽറ്ററുണ്ട്. ആ മെയിൻ ഫിൽറ്റർ സപ്ലൈ വരുന്നുണ്ടോയെന്ന് നോക്കാനാണ്. ഡയോഡ് തന്നെ അതുകൊണ്ട്. അപ്പോൾ SMPSൻ്റെ ഔട്ട്പുട്ട് ഭാഗത്താണ് കുഴപ്പം. 24 വോൾട്ടാണ് നമുക്ക് വരേണ്ടത്. ആ 24 വോൾട്ട് ഓസിലേഷനിൽ വരുന്നത് ഇടി വെട്ടിയിട്ടുണ്ട്, ഇതിവിടെ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വോൾട്ടേജ് ഇല്ല, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഇല്ല. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഇല്ല.
ഓസിലേഷൻ സെക്ഷൻ പറ്റിയിരിക്കുന്നതാണ്. അതിൻ്റെ പണിയാൻ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് വേറൊരു പവർ സപ്ലൈ വെച്ചാൽ പ്രശ്നം തീരും. ഞാൻ വേറൊരു നല്ല പവർ സപ്ലൈ വെക്കാൻ പോവാണ്. AC ഒഴിച്ച് കളയുവാണ്. ഇതൊരു പവർ സപ്ലൈ ബോർഡാണ്. 24 വോൾട്ട് 6.25 ആംപിയർ. ഇത് നല്ലൊരു പവർ സപ്ലൈ ആണ്. ഫുള്ളായിട്ട് ഈ പവർ സപ്ലൈ നോക്കിക്കോ. 150 വാട്ട്സ് 24 വോൾട്ട് XU എന്ന് പറഞ്ഞ പവർ സപ്ലൈ. എൻ്റെ ഒരു ഫോട്ടോയും കൊണ്ട് എടുത്തു. ആംപിയറാണ് പവർ സപ്ലൈ. നല്ല പവർ സപ്ലൈ ആണ്. 6.25 ആംപിയർ പവർ സപ്ലൈ. ഇച്ചിരി നീട്ടം കൂട്ടണം. അപ്പോൾ ഇത് ഒരു 10 ആംപിയർ വരെ കിട്ടും. നല്ല പവർ സപ്ലൈ ആണ്. ഇപ്പോൾ ഇവിടം വരെ വരുന്നതാണ്. ഞാനിത് ഇങ്ങോട്ടൊന്ന് ചേർത്ത് വെക്കുക. അയാളുടെ ആവശ്യം അനുസരിച്ച് ഇതുവരെ ചേർന്നങ്ങ് നിർത്തിയേക്കാം. ഒരു പൊടിക്ക് ഇതൊക്കെ കയറ്റി ഇച്ചിരി ഗ്ലൂ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് നമുക്കൊന്ന് കുത്തി നോക്കാം ഇത് ഓണാവുമോ ആദ്യം. ഇപ്പോൾ കൊടുത്തൊക്കെ ശരിയാണ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, അവിടെ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഒന്നും സംഭവിച്ചില്ല. മുമ്പേ ചുമല കത്തിയിട്ട് ഇപ്പോൾ ചുമല കത്തുന്നില്ല. യമഹയുടെ ഒരു സബ്വൂഫറിൻ്റെ ആണ്. സബ്വൂഫറിൻ്റെ ഇത് കണ്ടോ, ഒരു പവർ സപ്ലൈ. ഇത് അടുത്ത പവർ സപ്ലൈ നമ്മളവിടെ കയറ്റിയതാണ്. ഇത് യമഹയുടെ വയർലെസ് സബ്വൂഫർ മോഡൽ നമ്പർ NSWSW42 എന്ന് പറയുന്ന സെറ്റാണ്. ഇതിൻ്റെ പവർ സപ്ലൈ പോയിട്ട് നമ്മൾ വേറൊരു പവർ സപ്ലൈ കയറ്റിയതാണ്. ഓക്കെ, അതാണ് സംഗതി. ഇത് യമഹയുടെ ഒരു പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ ഇത് ഉണ്ടല്ലോ, യമഹയുടെ വയർലെസ്. യമഹ കോർപ്പറേഷൻ, മെയ്ഡ് ഇൻ ചൈനയാണ്, ജപ്പാനാണ്. നല്ലൊരു സാധനമാണ്. ഓക്കെ, ഇപ്പോൾ കിടന്ന് മിന്നുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ കിടന്ന് മിന്നുന്നുണ്ട്. അത് പേരാണെങ്കിൽ മറ്റേ ഇതും കൂടെ ഉണ്ടായാലോ പറ്റുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാണ് ഇതിപ്പോൾ റെഡ് കത്തി 24 വോൾട്ട് സപ്ലൈ ആയിരുന്നു. ആ സപ്ലൈ പോയിട്ടുണ്ട്. സപ്ലൈ ഇനിയിപ്പോൾ വർക്ക് ചെയ്യില്ലെങ്കിൽ ഈ പവർ സപ്ലൈ ബോർഡ്, ഈ ബോർഡ് മാത്രമേ നമുക്ക് കസ്റ്റമർ തന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ നിവർത്തിയില്ല. ഇപ്പോൾ അയാൾ കൊണ്ട് ചെക്ക് ചെയ്തോളായിരിക്കും. പുള്ളി ഇച്ചിരി പണിയൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പം സംഗതി റെഡായിട്ടുണ്ട്. ഈ പവർ സപ്ലൈ ബോർഡ് പോയതായിരുന്നു. വേറെ പവർ സപ്ലൈ ബോർഡ് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് പ്രശ്നം വരുവാണെങ്കിൽ ഈ ഫ്രെയിം എടുത്ത് കളയാവുന്ന ഫ്രെയിമാണ്. ഈ ഫ്രെയിം എടുത്ത് കളഞ്ഞിട്ട് പവർ സപ്ലൈ ചെയ്ത് താത്ത് വെച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം തന്നെ വേണേലും ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ ഇടയുണ്ടെങ്കിൽ പിന്നെ ഫ്രെയിം കളയേണ്ട കാര്യമില്ല, അവിടെ ഇരുന്നോട്ടെ. ഓക്കെയാണ്. സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞ് കിടന്ന് മിന്നുന്നുണ്ട്. സെർച്ച് ചെയ്യുമായിരിക്കും. ഓക്കെ, നോക്കൂ, വേറെ കുത്തിക്കോ.